വെൽക്കം ബാക്ക് ടു ലിലീസ് കിച്ചൺ മാജിക്. ഇനി ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് വറുത്തരച്ച ബീഫ് കറിയാണ്. അന്നേരം ഇതിനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഞാൻ ബീഫ് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്, മസാലയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. തേങ്ങ, പെരുംജീരകം, വറ്റൽമുളക്, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, മസാലക്കൂട്ട്, ഇഞ്ചിയും വെളുത്തുള്ളി, സവോള, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഇത്രയും ചേരുവകളാണ് നമുക്ക് ഈ ഒരു വറുത്തരച്ച ബീഫ് കറി വെക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു ചട്ടി എടുത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണയൊഴിച്ച് കൊടുക്കാം. എണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ഈ ചൂടായി വന്നതിലേക്ക് നമുക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ അരമുറി തേങ്ങയാണ് ഇതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ തേങ്ങ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനി അടുത്ത് ഇതിലേക്ക് വറ്റൽമുളക്, ഞാൻ 8 വറ്റൽമുളകാണ് ഇതിന് എടുത്തിട്ടുള്ളത്. നോക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഏകദേശം നമ്മുടെ ഈ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. മസാലക്കൂട്ട് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഗ്രാമ്പൂ ഉണ്ട്, തക്കോലം ഉണ്ട്, ഏലക്കായുണ്ട്. ഇനി അടുത്ത് നമുക്കിതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തിടേണ്ടത് പെരുംജീരകം. ഇത് നന്നായിട്ടൊന്നും വറുത്തരച്ചാണ് നമ്മൾ വെക്കുന്നത്. അന്നേരം നല്ല മസാലക്കൂട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം. ഇപ്പം നന്നായിട്ട് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു ചെറിയ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ മസാല ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഈ ഒരു പാങ്ങിലാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. ഈ മസാലക്കൂട്ടൊന്ന് ആറി കിട്ടുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതിലേക്കുള്ള വഴറ്റിയെടുക്കാൻ വേണ്ടി പോവാണ്. അതിനു വേണ്ടി ആദ്യം നമ്മൾ നേരത്തെ എടുത്ത ചട്ടിയിലേക്ക് തന്നെ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു. അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. അതായത് സവോള പെട്ടെന്ന് വഴഞ്ഞു വരുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് നെടുകെ കീറി വെച്ചതായിരുന്നു, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അടുത്ത് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് മസാലപ്പൊടിയാണ്. മീറ്റ് മസാലയാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. 1 ടേബിൾ സ്പൂണോളം മീറ്റ് മസാല ഇട്ടു. ഇനിയിപ്പം നമ്മുടെ നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരുന്നത് ആറിയിട്ടുണ്ട്. അത് ഞാനൊരു ജാറിലേക്ക് വെച്ചു. നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ക്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പരുവത്തിൽ നമുക്ക് കിട്ടി. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഇത് നല്ല പാങ്ങിന് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇത് നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ച ഇറച്ചി, മസാലപ്പൊടിയും എല്ലായിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിരുന്നതാണ്. ആ വേവിച്ച് വെച്ചിരുന്ന ഇറച്ചി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അന്നേരം ഇപ്പം നന്നായിട്ട് ആ ഒരു മസാലയും നമ്മളാക്കി വെച്ച ഗ്രേവിയും ഇതുമായിട്ട് നന്നായിട്ട് ഇതായിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾക്ക് ഇതിലേക്ക് ചെയ്യേണ്ടത് നമ്മൾ ഇപ്പം ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാലയുണ്ടല്ലോ, നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ, ആദ്യം നമ്മൾ വറുത്തെടുത്ത മസാലക്കൂട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഞാനിട്ട് നോക്കുക. നല്ല ഗ്രേവി പരുവത്തിൽ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. തന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ആ ഒരു മിക്സിയിൽ ഇതും കൂടെ ഒഴിച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. നമ്മളിങ്ങനെ വറുത്തരച്ച് വെക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ്. നമുക്കിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും അതേപോലെ ഇപ്പം ലഞ്ചിൻ്റെ സമയത്തായാലും നമുക്ക് നല്ലൊരു ഡിഷാണ്. വറുത്തരച്ച് വയ്ക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണ്.
നേരം ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് ഉപ്പിൻ്റെ വല്ല കുറവുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വറുത്തരച്ച ബീഫ് കറി റെഡിയാവും. അന്നേരം ഇതാ ഏകദേശം നമുക്ക് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അന്നേരം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വറുത്തരച്ച ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ മറ്റൊരു വിഭവവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്